കേക്കിൻ്റെ സാധനങ്ങൾക്കെല്ലാം നല്ലപോലെ റേറ്റ് കൂടിയിട്ടുണ്ട്. ഈ നമ്മുടെ എന്താ പറയുക, മിൽക്ക് മെയ്ഡിനാണെങ്കിലും കോമ്പൗണ്ടുകൾക്കാണെങ്കിലും മുട്ടയ്ക്കാണെങ്കിലും വിലയെല്ലാം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കേക്കിന് റേറ്റ് കൂട്ടാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്നതിന് ലാഭമുണ്ടെന്നല്ല, ലാഭമുണ്ട്. പക്ഷേ നമ്മൾ കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മുടെ കണ്ണ് തള്ളി നിൽക്കുന്നത്. കാരണം നമുക്ക് അതുപോലെ റേറ്റ് കൊക്കോ പൗഡറിനൊക്കെ ആണെങ്കിലും നല്ലപോലെ റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്കിന് റേറ്റ് കൂട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വൈറ്റ് കോമ്പൗണ്ടിനെ അപേക്ഷിച്ച് ഡാർക്ക് കോമ്പൗണ്ടിന് റേറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ എന്തായാലും വൈറ്റ് ഫോറസ്റ്റ് കൊടുക്കുന്ന റേറ്റിൽ നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് എന്തായാലും കൊടുക്കാൻ പറ്റത്തില്ല. ചിലയിടത്ത് രണ്ടിനും ഒരേ റേറ്റ് ആയിരിക്കും പറയുന്നത്. ചിലവർ കൂടുതൽ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് അവർക്ക് കേക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് വലിയ നഷ്ടമൊന്നും കാണത്തില്ല. പക്ഷേ നമ്മളെപ്പോലുള്ള കേക്കിൻ്റെ ഷോപ്പുകളിൽ നിന്ന് ഒക്കെ സാധനങ്ങൾ വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് താങ്ങാൻ പറ്റാത്ത വിലയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കേക്കിന് റേറ്റ് ഇനി ഇപ്പോൾ ഈ കർക്കിടക മാസം കഴിഞ്ഞാൽ പിന്നെ കേക്കിന് റേറ്റ് കൂട്ടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് രാവിലെ വന്നൊരു കേക്കിൻ്റെ ഓർഡറാണ്. ഉച്ചയാകുമ്പോഴത്തേക്കും കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. പേരൊന്നും എഴുതണ്ടെന്ന് പറഞ്ഞു. ½ kg ഒരു വൈറ്റ് ഫോറസ്റ്റ് ആട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സ്ഥിരമായിട്ട് വീഡിയോസ് ഇടാൻ നോക്കാം കേട്ടോ.